നമ്മൾ പേരയ്ക്ക ഒരു പുലിയാണെന്ന് പറയുകയായിരുന്നു. അതെ 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 അതെ. എന്തും ചെയ്യുന്ന ഒരു വലിയ മറ്റൊരു എഫക്റ്റ് ആണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യും പേരയ്ക്ക കഴിച്ചതുകൊണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ഫ്രൂട്ടുകളും അതിന് സഹായകരമാണ്. പക്ഷേ പേരയ്ക്കയ്ക്ക് ഒരു പ്രത്യേക ഗുണം തന്നെയാണ്. ആ ഒരു കോൺസ്റ്റിപ്പേഷൻ ഫൈറ്റ് ചെയ്യാനും നല്ല ഒരു ബവൽ ഒരു ശരിക്കും പേരയ്ക്ക കഴിച്ചാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ മുഴുവൻ എന്താണ് ഒരു സ്ക്രബ് ഇട്ട് ഒരു ബോട്ടിൽ ബ്രഷ് ഇട്ട് കഴുകിയതുപോലെ ഉള്ള എഫക്റ്റ് ആണ് അത്ര. കാരണം പലപ്പോഴും നമ്മൾ തൊലി നീക്കം ചെയ്യാറില്ല. തൊലിക്കാണെങ്കിൽ നല്ല തോതിലൊരു ഫൈബ്രസ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷം കലർന്ന പച്ചക്കറികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷം കുത്തിവെച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു ആരോഗ്യ ബദൽ കൂടിയാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം സർ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പൊരുത്ത ശോധന എന്നുള്ളൊരു വാക്ക്. അപ്പോൾ ഏതൊക്കെ ഒരു വിവാഹ ആലോചനയ്ക്ക് പൊരുത്തം നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അതാണ് പ്രധാനമായും പൊരുത്ത ശോധനയിലൂടെ പറയുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പൊരുത്തം നോക്കുന്നത് എന്നൊന്ന് വിശദമാക്കാമോ? ഇതന്നെ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യമൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണെങ്കിൽ പോലും കത്തുകൾ വരുന്നുണ്ട്. അതേപോലെ യുക്തിവാദി രീതിയിൽ നടക്കുന്ന ആചാര്യന്മാർ ഇതെല്ലാം തട്ടിപ്പെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് പൊരുത്തം നോക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെല്ലുന്ന ഒരു ആചാര്യന് ഈ പൊരുത്തത്തിനെ കുറിച്ച് അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ലൊട്ടിലോസ്ക അഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ആശ്രയിക്കേണ്ട, നിങ്ങൾക്ക് സ്വയം നോക്കാം. നമ്മൾ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രാശി പൊരുത്തം. രാശി എന്ന് പറയുന്നത് അതായത് മേടരാശിയിൽ ജനിച്ചത്, അതാണ് രാശി പൊരുത്തം. അതേപോലെ നക്ഷത്രം, അതാണ് അശ്വതി. അപ്പോൾ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാലം, ഇതാണ് രാശി. ഈ 3 രാശിയിൽ വന്ന ഗ്രഹം അതിൻ്റെ അനുജന്മ നക്ഷത്രം, അതാണ് രാശി പൊരുത്തം. അപ്പോൾ അനുജന്മ നക്ഷത്രം, അശ്വതിയുടെ അനുജന്മ നക്ഷത്രമായ മകം മൂലം ഒരേ നാളുകൾ കെട്ടുമ്പോൾ, അപ്പം അതിന് നമ്മൾ മുമ്പ് പറഞ്ഞു ദശാസന്ധി ദോഷം എന്നുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് തന്നെ ഒരേ നാൾ വരുമ്പോൾ ഈ ദശാസന്ധിയൊക്കെ ഒപ്പത്തിനൊപ്പം തന്നെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ മറുപടിയാണ്. അപ്പോൾ അശ്വതി മകം മൂലം, അപ്പോൾ അനുജന്മ നാളുകൾ ഇതെല്ലാം ഒഴിവാക്കുക. പൊരുത്ത ശോധനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാശി പൊരുത്തം എന്ന് പറയുന്നത് മെയിനായിട്ട് അനുജന്മ നാളുകളാണ്. പിന്നെ അടുത്തത് രാശാധിപ പൊരുത്തം. രാശാധിപൻ എന്ന് പറയുന്നത് അശ്വതി മകമൂലം എന്ന് പറയുന്ന ചൊവ്വ, മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ, അതിൻ്റെ അധിപൻ. രാശാധിപൻ എന്ന് പറയുമ്പോൾ ചൊവ്വയ്ക്ക് ബുധൻ ശത്രുവാണ്. അപ്പോൾ ശത്രുക്കൾ തമ്മിൽ കെട്ടിയാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അടിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യുക്തി വന്നിട്ട് പറയും എൻ്റെ നാൾ ഇന്നതാണ്, എൻ്റെ ഭാര്യയുടെ നാൾ ഇന്നതാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ലാന്ന് യുക്തിവാദി പറയുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഈ യുക്തിവാദിയുടെ ഭാര്യനോടുകൂടി ചോദിക്കണം എങ്ങനെയുണ്ട് ജീവിതം എന്ന്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം 84 വയസ്സുള്ള ഒരു ദമ്പതി, 84 വയസ്സുള്ള ഒരു കാർന്നൂരും ഭാര്യയും എൻ്റെ അടുത്ത് പ്രശ്നമൊക്കെ നോക്കാൻ വന്നപ്പോൾ ഞാൻ നാൾ ചോദിച്ചു, ഭരണിയാന്ന് പറഞ്ഞു. 2 പേരുടെ നാളും ഭരണിയാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ലൈഫ്? അപ്പോൾ ഈ കാർന്നൂർ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഹാപ്പിയാണ്, ഇത്രയും കാലം ഒരു പ്രശ്നമില്ല. ഉടനെ ഈ സ്ത്രീ ഗണ്ണിച്ചു, അല്ല ഞാൻ കെട്ടിയ കാലം മുതൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അടിച്ച് തന്നെ മുന്നോട്ട് പോണത്. അപ്പോൾ ഇതേപോലെ വിഡ്ഢിത്തം പുലമ്പുന്ന കുറേ ആളുകളുണ്ട്. അതാണ് ദമ്പതികൾ 2 പേരും പറയണം. അവർ 2 പേരും നിന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. അത് ഒരാൾ പറഞ്ഞ പോലെ, കാരണം യാദൃച്ഛികമായിട്ട് ചിലർക്ക് പണ്ട് കാലത്തുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒരു നാളെന്ന് പറഞ്ഞാൽ തന്നെ അത് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അതല്ലാതെ ഇന്ന് കാണുന്ന ന്യൂ ജനറേഷനിൽ തന്നെ കുറേ പേരെടുത്ത് നോക്കിയിട്ട് അവരുടെ അനുഭവങ്ങൾ അങ്ങനെയൊന്നും വേണം നമ്മൾ പൊരുത്തത്തിലേക്ക് വരണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഒരു നാളാണ് വരുന്നതെങ്കിൽ ഒറ്റ നാൾ അമർന്നേ വാഴും. അമർന്ന് പറഞ്ഞാൽ എന്താണ്? അമരുക എന്ന് പറഞ്ഞാൽ ബലം പിടിക്കുക, രണ്ടും കൂടി ബലം പിടിക്കും. അതായത് ഒരു നാഴി മറ്റൊരു നാഴിലേക്ക് ഇറക്കാൻ പറ്റില്ല, ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ ദമ്പതികളുടെ അഭിപ്രായങ്ങളെല്ലാം ഒപ്പത്തിനൊപ്പമായിരിക്കും, വിട്ടുകൊടുക്കില്ല. ഇതിനാണ് പൊരുത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ 8 വർഷം പ്രേമിച്ച് നടന്നു, 8 വർഷം കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞപ്പോൾ 3-ാം മാസം ഡിവോഴ്സായി. അതിനെ പിന്നെ ഡിവോഴ്സ് ആവണേ? മനപ്പൊരുത്തമല്ലേ ഏറ്റവും വലിയ പൊരുത്തം? മനപ്പൊരുത്തം ഏറ്റവും വലിയ പൊരുത്തമാണെങ്കിൽ പിന്നെ 8 വർഷം സ്നേഹിച്ച് നടന്നവർ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ ഡിവോഴ്സ് ആവേണ്ട കാര്യമുണ്ടോ? അവർക്ക് ആ മനസ്സങ്ങ് അംഗീകരിച്ച പോരെ. അവിടെ വില്ലനാവുന്ന ആരാ? അവിടെ നക്ഷത്രം വില്ലനാവാണ്.
കെട്ട് കഴിഞ്ഞപ്പോൾ ദമ്പതികളായി കഴിഞ്ഞു. ദമ്പതികൾ വന്നു കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരില്ല, അവർ തമ്മിൽ അടി തുടങ്ങി. നമുക്ക് എത്രയോ എഴുത്തുകൾ വരുന്നു, എത്രയോ പേര് കരച്ചിലും മിഴിച്ചിലായിട്ട് വരുന്നു. ഇതൊക്കെ ഈ പറയുന്ന ഈ വിഡിത്തം പുലമ്പുന്നവരുടെ പിന്നാലെ പോകണ്ട. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇന്ന ആളുടെ യൂട്യൂബൊക്കെ കാണാം, എന്നിട്ട് അയാളോട് അല്ലെ ഇന്ന സ്വാമിയുടെ യൂട്യൂബ് കാണാം, അവരോട് ചോദിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിച്ചു പോയി, സൊല്യൂഷൻ പറഞ്ഞു തരിക, അടുത്ത സൊല്യൂഷൻ. കാരണം ജീവിച്ചു തീർക്കണം, അതിനുള്ള സൊല്യൂഷൻ ഇവരോട് പറയാം. അപ്പോൾ അവർ അതെന്തിനാ? കാരണം നിങ്ങളുടെ അനുഭവം അവരോട് വിളിച്ചു പറയേ, അവരെ അടുത്ത തലമുറയെ വഴിതെറ്റിക്കാതെങ്കിലും ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അപ്പോൾ അവർ പറയും ഞങ്ങൾ പറയാം. കാരണം പിന്നെ അങ്ങനെയുള്ളവർ ഫോൺ എടുത്ത് സംസാരിക്കുമല്ലോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താ? ഇവരൊരു മൈക്കും കൊടുത്ത് ഒരു 19 ആളെയും ഒരു വേദിയും കൊടുത്തു കഴിയുമ്പോഴേ ഇവർ സംസാരിക്കുള്ളൂ. ഇവനൊക്കെ പോയി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും തിരക്കായിരിക്കും. എന്തായിരിക്കും തിരക്കിൻ്റെ കാരണം? അനുഭവസ്ഥർ വിളിച്ചിട്ട് ശല്യം ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാനായിട്ട് മറുപടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പൊരുത്തശോധന കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാശിപ്പൊരുത്തം രാശാധിപ പൊരുത്തം എന്ന് പറയുന്നത് ശത്രുക്കൾ തമ്മിൽ കെട്ടാതിരിക്കുക. പിന്നെ അടുത്തത് യോനിപ്പൊരുത്തമാണ്. നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. യോനിപ്പൊരുത്തം എന്ന് പറയുന്നത് പുരുഷ യോനി സ്ത്രീ യോനി. അത് ഒരു പുരുഷന് പുരുഷ യോനി സ്ത്രീക്ക് സ്ത്രീ യോനി എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. നക്ഷത്രങ്ങൾക്ക് ഓരോ യോനി എഴുതി വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ. അപ്പോൾ അതിൽ അശ്വതി ഭരണി ഇത് രണ്ടും പുരുഷ യോനി, കാർത്തിക രോഹിണി മകയിരം തിരുവാതിര ഇതെല്ലാം സ്ത്രീ യോനി. അങ്ങനെ ആ ഒരു പഞ്ചാംഗം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നക്ഷത്രത്തിൻ്റെ നേരെ യോനി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള യോനിപ്പൊരുത്തം. അപ്പോൾ രാശിപ്പൊരുത്തം, രാശിയാധിപ പൊരുത്തം, യോനിപ്പൊരുത്തം, പിന്നെ 3-ാം കൂറ്, ഷഷ്ടാശ്രമം. ഈ പറയുന്ന 5 പൊരുത്തങ്ങൾ നിങ്ങൾക്ക് സ്വയം നോക്കാം. 3-ാം കൂറ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന് പറഞ്ഞൊരു വിഡിത്തം ഇല്ല. കാരണം സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പൂർവികാചാര്യൻ ശ്ലോകം എഴുതി വെച്ചതാണ്. സ്ത്രീ ജന്മതോ 2 3 5 6 വർജിക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. സ്ത്രീയുടെ എണ്ണാൻ ആചാര്യനെ എഴുതി കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീയുടെ നാളിന് പ്രസക്തി, അതായത് സ്ത്രീക്ക് കൂടുതൽ ബഹുമാനം കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചൊരു പദമാണ്. അത് പറഞ്ഞിട്ട് സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന് പറഞ്ഞിട്ട് സംഭവമില്ല. കാരണം അശ്വതി നക്ഷത്രക്കാരിയായ സ്ത്രീക്ക് ചതയം നക്ഷത്രക്കാരനായ പുരുഷൻ വരുമ്പോൾ സ്ത്രീ ദീർഘം അവിടെ വന്നു കഴിഞ്ഞു. പക്ഷെ 3-ാം കൂറാണ്. 3-ാം കൂറ് വന്നു കഴിയുമ്പോൾ തമ്മിലടി കഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ സ്ത്രീ ദീർഘം എന്ന് പറഞ്ഞാൽ വല്ല കഥയുണ്ടോ? അതുകൊണ്ട് നമ്മൾ പറയുന്നത് 3-ാം കൂറ് ഒഴിവാക്കുക. 3-ാം നാളിനേക്കാൾ ഉപരി 3-ാം കൂറ് വളരെ ഡേഞ്ചറാണ്. ആരെ പരിശോധിച്ച് നോക്കിയാലും 3-ാം കൂറ് ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. 3-ാം നാൾ കൂടെ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ 3-ാം കൂറ് ഒരു രീതിയിലും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ രാശാധിപൻ ഈ ചൊവ്വ എന്ന് പറയുന്നതും ശനി എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ അവിടെ അഗ്നിമാരുത യോഗം എന്ന് പറയുന്ന ഒരു യോഗം സംഭവിക്കുന്നുണ്ട്. അഗ്നിമാരുത യോഗം. ഇതെല്ലാം പല ഈ ജ്യോതിഷ ജാതകം കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനകത്ത് നോക്കാറുണ്ട്. നിപുണ യോഗം, പിന്നെ വാശി യോഗം, അങ്ങനെ എന്തൊക്കെയോ ഗജകേസരി യോഗം, അങ്ങനെ കുറേ യോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഈ അഗ്നിമാരുത യോഗം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല. അതിന്റെ കാരണം ഈ ആചാര്യന് അഗ്നിമാരുത യോഗം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അഗ്നിമാരുത യോഗം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അഗ്നിയും മാരുതി. അപ്പൊ അഗ്നിയും മാരുതൻ എന്ന് പറഞ്ഞാൽ ആരാ? മാരുതനാരാ? അഗ്നിമാരുത യോഗം എന്ന് പറഞ്ഞാൽ മാരുതി കാറ്റാണ്. അപ്പൊ തീയും കാറ്റും കൊണ്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? തീ കെട്ടുപോ അല്ല ആളിക്കത്തും അല്ലേ? ആളിക്കത്തും. അപ്പൊ ഇതാണ് ജനത്തിന് വരുന്ന ഒരു അബദ്ധം. ഇപ്പൊ നമ്മുടെ ആങ്കർ പറഞ്ഞ പോലെ തന്നെയാണ് ജനം ധരിച്ചു വെച്ചിരിക്കുന്നത്. അഗ്നിമാരുത യോഗം എന്നാൽ ആളിക്കത്തും. അപ്പൊ ജീവിതം ഏത് നേരം ആളിക്കത്തിക്കൊണ്ടിരിക്കും. രണ്ടുപേരും തമ്മിലുള്ള ഐക്യം ഉണ്ടാവില്ല. ജീവിതം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളിൽ പറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക, നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന മറ്റുള്ളവർ വിഡ്ഢികൾ എന്ന് പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുന്ന, അതായത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു സമ്പത്തുണ്ടാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഇത് സാമ്പ്രദായിക ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം പോലും ഇല്ല എന്ന് പറയുന്നവർ പറഞ്ഞ് കളിയാക്കുമ്പോൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ള സാമ്പ്രദായിക ശാസ്ത്രവിധി പ്രകാരം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് ഇനിയുള്ള കാലം സുന്ദരമായിട്ട് ഉപയോഗിച്ച് തീർക്കാം. യുക്തിവാദി പറഞ്ഞ് അവസാനം ചാടി കഴിയുമ്പോൾ യുക്തിവാദി നമ്മുടെ പിന്നാലെ വരില്ല. പിന്നെ നമുക്ക് ദൈവിക വഴിയിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക, പൊരുത്തശോധനയിൽ ഈ സ്ത്രീദീർഘ പൊരുത്തം ഇപ്പോൾ നമ്മൾ ഇത് ഗണിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് സ്ത്രീദീർഘം വന്നു, പക്ഷേ പിന്നിൽ നിന്ന് ഇപ്പോൾ 3 വന്നു കഴിഞ്ഞപ്പോൾ 3-ാം കൂറ് വന്നു കഴിഞ്ഞപ്പോൾ അത് അവിടെ സ്ത്രീദീർഘ പൊരുത്തത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതെ പോയി. അതുകൊണ്ട് സ്ത്രീദീർഘ പൊരുത്തം നോക്കണ്ട നിങ്ങൾ. പിന്നെ വശ്യപ്പൊരുത്തം, വശ്യത്തിൻ്റെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ അശ്വതി നക്ഷത്രത്തിന് ചോദ്യ നക്ഷത്രം വശ്യം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ ചില ആചാര്യന്മാർ അവിടെ എന്തോ കുനിഷ്ട് പറയുന്നുണ്ട്, അത് തമ്മിൽ ചേരില്ല എന്ന്. അവിടെ ഒരു വശ്യപ്പൊരുത്തമാണ് സംഭവിക്കുന്നത്. വശ്യം എന്ന് പറയുന്നത് എന്താ? പരസ്പര ആകർഷണത്തിനാണ് ഈ വശ്യം എന്ന് പറയുന്നത്. അപ്പോൾ 7-ാം നാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വശ്യം സംഭവിക്കുന്നത്.
അപ്പോൾ ഇവിടെ തന്നെ ഒരു അബദ്ധം പറ്റുന്നത് ചതയം നക്ഷത്രത്തിന് മകം നക്ഷത്രം വശ്യമാണ്, പക്ഷെ അവിടെ ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുക്കളാണ്. അതായത് ചതയത്തിൻ്റെ അധിപൻ ശനിയും മകത്തിൻ്റെ അധിപൻ സൂര്യനുമാണ്. ഇവർ തമ്മിൽ അച്ഛനും മകനുമാണെങ്കിൽ പോലും ശത്രുക്കളാണ്. ഈ ശത്രുത ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വശ്യപ്പൊരുത്തം എന്ന് പറയുമ്പോൾ ഇവിടെ വശ്യം തെറ്റുകയാണ് ചെയ്യുന്നത്. വശ്യം തെറ്റിക്കഴിഞ്ഞു. കാരണം എന്താണ്? ശത്രുക്കൾ തമ്മിലാണ് വശ്യം. അപ്പോൾ അകന്ന് നിൽക്കുമ്പോൾ മാത്രമേ അവർ സ്നേഹത്തോടുകൂടി ഫോണിലൊക്കെ സംസാരിക്കും, പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും വാഗത്തെടുത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പൊരുത്തങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വശ്യപ്പൊരുത്തത്തിന് പ്രാധാന്യമുണ്ടോ, മാഹേന്ദ്ര പൊരുത്തത്തിന് പ്രാധാന്യമുണ്ടോ, അതേപോലെ ദീർഘപ്പൊരുത്തത്തിന് പ്രാധാന്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ പറയുന്നത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് രാശിപ്പൊരുത്തം, രാശാധിപപ്പൊരുത്തം, യോനിപ്പൊരുത്തം, മൂന്നാം കൂറ്, ഷഷ്ടാഷ്ടമം ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിയാൽ, ഷഷ്ടാഷ്ടമം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മറുപടിയുണ്ട്. ഷഷ്ടാഷ്ടമം ഇടിച്ചടിച്ച് മുന്നോട്ട് പോവുള്ളൂ. ഇതിന് പിന്നെ കുറേ ആചാര്യന്മാരെ പിന്നാലെ പോയി കുറേ പൂജ നടത്തി ജീവിതകാലം മുഴുവൻ പൂജ നടത്തി ജീവിക്കാനാണ് വിധിക്കപ്പെട്ടതെങ്കിൽ ഒരു പൂജാരിയായിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പൈസ കൊടുത്ത് വേറെ ഒരാളുടെ പിന്നാലെ പോയി പൂജ ചെയ്യേണ്ട, സ്വയം അങ്ങ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊക്കെ ചാടുന്നതിന് മുമ്പൊക്കെ ആലോചിക്കുക. പലരും നമ്മളുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഇത് മാത്രമൊന്നും അല്ല പൊരുത്തം, അല്ലാതെ ഒരുപാടുണ്ട്, 26 പൊരുത്തമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ 26ന്റെ പിന്നാലെ ഒന്നും പോകണ്ട, സിമ്പിളായിട്ട് ഈ 5 വന്നാൽ മതി. ഇതിലേതെങ്കിലും ഒരെണ്ണം മൈനസ് ആവുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതല്ലേ നല്ലത്. നമുക്ക് തന്നെ ചിന്തിക്കാം, ആചാര്യന് ഇതൊന്നും അറിയില്ലെങ്കിൽ ആചാര്യൻ പൂർണ്ണനല്ല എന്ന് മനസ്സിലാക്കി ജീവിതം വഴിതിരിച്ചു വിടുന്നതായിരിക്കും നല്ലത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, പ്രണവം, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾ കത്തുകളായി അയക്കുന്ന സംശയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കത്തും പ്രത്യേകമായി എടുത്ത് വായിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. പരിപാടി തുടർന്നും കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ടായ പേരയ്ക്ക, ഇപ്പോൾ പേരയ്ക്ക സീസണാണ്. അപ്പോൾ പേരയ്ക്ക ഇഷ്ടമല്ലാത്തവർ, ചിലപ്പം എന്താണ് പേരയ്ക്കയുടെ ആ ഒരു കുരു ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പേരയ്ക്ക കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ പേരയ്ക്കയുടെ തൊലിയുടെ കവർപ്പ് ഇഷ്ടമല്ല, കാരണം തൊലി നീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ പേരയ്ക്കയുടെ. പക്ഷെ തൊലിയിലാണ് ഏറ്റവും അധികം ഗുണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫ്ലേവറും ഏറ്റവും അധികം ഇരിക്കുന്നത് തൊലിയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് പേരയ്ക്ക പലതരം ഡിഷുകളിൽ പേരയ്ക്ക പുഡിംഗ് ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ പലതരം ഡിഷുകളിൽ നമുക്ക് നമ്മുടെ റെഗുലർ കുക്കിംഗ്, അതെ റെഗുലർ കുക്കിങ്ങിൽ ചക്ക പോലെ വളരെ ചക്കയോ മാങ്ങയോ പോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പേരയ്ക്ക കൊണ്ട് എന്താണ്. പക്ഷെ നമുക്ക് അങ്ങനെ ആലോചിച്ച് കൂടായില്ല അല്ലെ. ഇപ്പൊ ചക്ക കൊണ്ട് ചക്ക ചമ്മന്തി വരെ ഉണ്ടാക്കുന്ന ചക്ക മഹോത്സവം ഒക്കെ നടന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പലതും ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചതുപോലെ നമുക്കും വേണമെങ്കിൽ പുതിയൊരു കുക്കിംഗ് രീതികളിലേക്കൊക്കെ ശ്രദ്ധിക്കാം. പേരയ്ക്കയും ആഡ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ നമുക്ക് പരീക്ഷിച്ച് നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് അങ്ങനെ ഒരു ഉപദേശം കൊടുത്തു നോക്കിയാലോ. നിങ്ങൾ പേരയ്ക്ക വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് അയച്ചു തരൂ. നമ്മൾ പരിപാടിയിൽ എന്തായാലും ഒരു ദിവസം അത് പ്രസന്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് പേരയ്ക്കയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഈ എപ്പിസോഡിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.